പല്ലവ രാജാക്കന്മാർ ആരംഭിച്ച് ചോള രാജാക്കന്മാർ പണിതീർത്ത ഒരു തീരക്ഷേത്രം. പ്രകൃതിയും കരവിരുതും ഒരുമിച്ച് ചേർത്ത് കല്ലിൽ കൊത്തിയുണ്ടാക്കിയ വിസ്മയം. ഇന്ത്യൻ തീരദേശ മേഖലയെ ആഞ്ഞടിച്ച 2004 സുനാമിക്ക് തകർക്കാൻ കഴിയാതെ പോയ നൂറ്റാണ്ടുകളുടെ ചരിത്രാവശേഷിപ്പുകൾ. പറഞ്ഞു വരുന്നത് മഹാബലിപുരത്തെ ക്ഷേത്രത്തെക്കുറിച്ചാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലം ഏതാണെന്ന് ആലോചിച്ചു നോക്കൂ. ആഗ്രയിലെ വെണ്ണക്കൽ കൊട്ടാരമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ചില മാറ്റങ്ങൾ സഞ്ചാരികൾക്കിടയിലും സംഭവിക്കുന്നുണ്ട്. ഇന്ത്യ അറിയാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ മാത്രം സഞ്ചാരം നടത്തിയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം ഇന്ത്യൻ പൈതൃകങ്ങളെ തേടി വിദേശികൾ തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലും എത്തുന്നത്. വിദേശികളായാലും സ്വദേശികളായാലും നിരവധി പേർ കണ്ടുമടങ്ങുന്ന തമിഴ്നാട്ടിലെ മഹാബലിപുരം ക്ഷേത്രത്തെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങുന്നത്. മനുഷ്യൻ തന്റെ കരവിരുതുകൊണ്ട് മനോഹരമാക്കിയ കരിങ്കൽ ശില്പങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളും ഒത്തുചേർന്ന കടൽ തീരമാണ് മഹാബലിപുരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യയുടെ ഭംഗി തേടി നിരവധി ആളുകളാണ് ഈ സുന്ദര നഗരത്തിലെത്തുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കമേറിയ തുറമുഖ നഗരമാണ് കാഞ്ചീപുരം. അതായത് ഒരു കാലത്ത് മഹാബലിപുരം എന്നറിയപ്പെട്ടിരുന്ന നഗരം. സമുദ്രനിരപ്പിൽ നിന്നും 12 മീറ്റർ ഉയരത്തിലുള്ള നഗരം എന്ന പ്രത്യേകതയും ഈ മഹാബലിപുരത്തിന് അവകാശപ്പെട്ടതാണ്. മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന പല്ലവ രാജാവായിരുന്ന മാമന്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് മാമല്ലപുരം എന്ന പേര് വീഴുന്നത്. ആദ്യകാല ദ്രാവിഡ ശാസ്ത്രത്തിന്റെ പല്ലവ കലയാണ് മാമല്ലപുരം. 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ നഗരവും ഇവിടുത്തെ കൽക്കാഴ്ചകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മഹാബലിപുരം ദേശീയ വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുന്ന സുരക്ഷിത സ്മാരകം കൂടിയാണ്. കരിങ്കല്ലിൽ രൂപം കൊണ്ടിരുന്ന ശില്പങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയായി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഷോർ ടെമ്പിൾ. കടലിലോട്ട് മുഖം നോക്കി നിൽക്കുന്ന തീരത്തെ ഈ ക്ഷേത്രം കരിങ്കല്ല് കൊണ്ടാണ് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ വാസ്തുവിദ്യാ രീതികളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി തല ഉയർത്തി നിൽക്കുകയാണ് ക്ഷേത്രം. തീരത്തോട് മുഖം തിരിച്ചു വെച്ചിരിക്കുന്നതിനാൽ തന്നെയാണ് ഇതിനെ ഷോർ ടെമ്പിൾ എന്ന് വിളിച്ചതും. ബംഗാൾ ഉൾക്കടലിലേക്ക് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് ഷോർ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. AD 700-നും 728-നും ഇടയിലാണ് പുരാതനമായ ഈ കൽക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതി എന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിനുണ്ട്. ആധുനിക കാലഘട്ടത്തെ പോലും അമ്പരപ്പിക്കുന്ന നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിന്റെ വലിയ പ്രത്യേകത. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമനാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മഹാബലിപുരം ചോള രാജാക്കന്മാർ കൈവശപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് ക്ഷേത്രത്തിന്റെ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ചോള രാജാക്കന്മാർ ഈ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1271-നും 1295-നും ഇടയിൽ സിൽക്ക് റൂട്ടിലൂടെ ഏഷ്യയിലൂടെ സഞ്ചരിച്ച മാർക്കോ പോളോയ്ക്കും അദ്ദേഹത്തിനു ശേഷം ഇവിടെ എത്തിയ യൂറോപ്യൻ കച്ചവടക്കാർക്കുമൊക്കെ ഇവിടം 7 പഗോഡ ആയിരുന്നു. 7 പഗോഡ തന്നെയാണ് ഇന്നത്തെ ഷോർ ടെമ്പിൾ എന്നാണ് കരുതപ്പെടുന്നത്. കടൽ യാത്രയിൽ നാവികരെ സഹായിക്കുന്ന അടയാളമായും ഈ ക്ഷേത്രം നിലനിന്നിരുന്നു. ഈജിപ്തിലെ പിരമിഡുകളുടെ ആകൃതിയിലുള്ള 7 ക്ഷേത്രങ്ങളായിരുന്നു ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. ഇതിനെ 7 പഗോഡകൾ എന്നാണ് വിളിച്ചത്. പിന്നീട് എപ്പോഴൊക്കെയോ മറ്റു ക്ഷേത്രങ്ങൾ നശിക്കപ്പെടുകയായിരുന്നു. അതിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക ക്ഷേത്രമാണ് ഈ ഷോർ ടെമ്പിൾ. 3 ക്ഷേത്രങ്ങളാണ് ഷോർ ടെമ്പിളിന്റെ ഭാഗമെന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ നിന്നും കിട്ടിയ ലിഖിതങ്ങൾ അനുസരിച്ച് ഓരോന്നിനും ഓരോ പേരുകളുമുണ്ട്. ക്ഷത്രിയ സിംഹം, പല്ലവേശ്വര ഗ്രഹം, രാജസിംഹ പല്ലവേശ്വര ഗ്രഹം, പീലികൊണ്ട് അരുളിയ ദേവർ എന്നിങ്ങനെയാണ് അതിന്റെ പേരുകൾ. ജലശയന എന്നും ഷോർ ടെമ്പിളിന് പേരുണ്ട്. സമുദ്രത്തിലെ ജലനിരപ്പിനോട് ഒത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. കൂടാതെ ഇവിടെ വേറെയും ക്ഷേത്രങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പണ്ടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ എപ്പോഴോ അത് കടലിനടിയിലെത്തിയെന്നാണ് കരുതപ്പെടുന്നത്. 2004 സുനാമി പഴയ ക്ഷേത്രാവശിഷ്ടങ്ങളെ തുറന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട സുനാമി ക്ഷേത്രത്തെയും ചുറ്റുമുള്ള പൂന്തോട്ടത്തെയും ബാധിച്ചെങ്കിലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജലനിരപ്പ് സാധാരണ നിലയിലായതിനാൽ തീരക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല. ക്ഷേത്രത്തിന് മുന്നിലെ ബലിപീഠത്തിന്റെ അടിത്തറയ്ക്കും ബോട്ട് ജെട്ടിക്കിലേക്കുള്ള പടവുകൾക്കും തീരത്തെ ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിലുള്ള വരാഹ ശില്പമുള്ള ചെറിയ ശ്രീകോവിലിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ അടിത്തറ കട്ടിയുള്ള കരിങ്കല്ലിന്റെ മുകളിലായതിനാൽ സുനാമി സൃഷ്ടിച്ച തിരമാലകളെ താങ്ങാൻ ഇതിന് കഴിഞ്ഞു. എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിൽ തമിഴ്നാട്ടിലെ മാമല്ലപുരം നൃത്തോത്സവം സംഘടിപ്പിക്കാറുണ്ട്. തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ നൃത്തോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. തമിഴ്നാടിന്റെ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, ഒഡീസി, മോഹിനിയാട്ടം, കഥകളി എന്നിവയിലെ പ്രതിഭകൾ പല്ലവ ശിലാശില്പങ്ങളുടെ ഈ മനോഹരമായ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇത് കാണാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പല്ലവർ ആരംഭിച്ച് ചോളർ പൂർത്തിയാക്കിയ ഈ തീരക്ഷേത്രം ഇന്നും കാര്യമായ കേടുപാടുകളൊന്നും കൂടാതെ ആ തീരത്ത് നിലനിൽക്കുന്നുണ്ട്. ഭീമൻ സുനാമി തിരകളെ പോലും അതിജീവിച്ച പുരാതന ക്ഷേത്രത്തിന് ദ്രവീഡിയ ചരിത്രം തന്നെ പറയാനുണ്ടാകും.
കടൽക്കരയിലെത്തുന്ന സഞ്ചാരികളോട് പല്ലവ രാജാക്കന്മാരുടെയും അവരുടെ പരാജയത്തിന്റെയും ചോള രാജാക്കന്മാരുടെ പ്രതാപത്തിന്റെയും കഥയായിരിക്കും ആ ക്ഷേത്രം സംസാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.